ഹായ് ഫ്രണ്ട്സ്. ഇപ്പോൾ കേരള പി എസ് സിയുടെ LDC LGS എക്സാമുകൾ അതിൽ കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നറിയാം അല്ലേ. 20 മാർക്കോളം വരും. ഇപ്പോൾ കേരള പി എസ് സിയിൽ ഇയർ എൻഡറിൽ വന്ന കറണ്ട് അഫയേഴ്സിലെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പോൾ എന്താണ് പി എസ് സി ബുള്ളറ്റിൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം? ആ പി എസ് സി ബുള്ളറ്റിൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം നമ്മളെപ്പോഴും എപ്പോൾ നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോഴും നമ്മൾ ഉറപ്പിക്കേണ്ട കാര്യം ക്വാളിറ്റി എന്ന് പറയുന്നൊരു കാര്യം നോക്കണം. എന്താണ് അതിൻ്റെ ക്വാളിറ്റി? ക്വാണ്ടിറ്റി അല്ല നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഒരു ധാരാളം പുസ്തകങ്ങൾ, ധാരാളം മാഗസിനുകൾ, ഇതൊന്നും ആയിട്ട് പഠിക്കാനല്ല. ക്വാളിറ്റി മെറ്റീരിയലാണ് നമ്മൾ സ്റ്റഡി മെറ്റീരിയലായിട്ട് എപ്പോഴും എടുക്കേണ്ടത്. അപ്പോൾ ക്വാളിറ്റി എന്ന് പറയുന്നത് പി എസ് സി പഠനത്തിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റിലവൻ്റ് ആയ സ്റ്റഡി മെറ്റീരിയൽ എടുത്ത് മേടിക്കണം. അതായത് 2000 മുതലുള്ള കറണ്ട് അഫയേഴ്സ് പഠിക്കണോ? നമുക്ക് വേണ്ട. ഒരു 2022 കറണ്ട് അഫയേഴ്സ്, 2023 കറണ്ട് അഫയേഴ്സ്, 2022 ഒന്ന് പൊതുവായിട്ട് തന്നെ വായിച്ചു പോയാൽ മതി. ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. പക്ഷേ 2023 നല്ലോണം ഡീറ്റെയിൽ ആയിട്ട് പോകണം. 2024 ആകുമ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ചൊക്കെ നല്ല വിശദമായി നോക്കുകയും വേണം. അപ്പോൾ കഴിഞ്ഞ പി എസ് സി ബുള്ളറ്റിനിൽ ഈ 2023 കഴിഞ്ഞ പോയ കാലത്തെക്കുറിച്ച് എന്തുണ്ട് കൃത്യമായി കേരളം, ഇന്ത്യ, ലോകം എന്ന ഭാഗത്ത് വന്നിട്ടുണ്ട്. അതിൽ ഇന്ത്യയാണ് നമ്മൾ ആദ്യം പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ഇത് ഏത് സിലബസിനാണെങ്കിലും നിങ്ങൾ ഓതൻറ്റിക്കായ റിലയബിൾ ആയിട്ടുള്ള റിസോഴ്സസും ഉപയോഗിക്കണം. അല്ലാതെ വിപണിയിൽ കിട്ടിയത് മുഴുവൻ വാങ്ങി വായിക്കുകയോ പഠിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ക്വാളിറ്റി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ക്വാണ്ടിറ്റി. ശ്രദ്ധിച്ചോളൂ. ക്വാളിറ്റിക്ക് നല്ല പ്രാധാന്യം കൊടുക്കണം. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ റിലവൻ്റ് ആയിരിക്കണം, റിലയബിൾ ആയിരിക്കണം. അതായത് ഒരുപാട് വിവരങ്ങളുള്ള റാങ്ക് ഫയൽ മേടിച്ച് പഠിച്ചിട്ട് എന്ത് കാര്യം? അതിന് പി എസ് സി പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നില്ലെങ്കിൽ, സിലബസ് അറിയുന്നത് പോലെ തന്നെ ആ സിലബസിൽ നിന്ന് എങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരുമെന്നും ഉറപ്പിക്കേണ്ടതുണ്ട്. ഇപ്പം വിൻഡോ എജുവിൻ്റെ പി എസ് സി എന്ന് പറയുന്നത്, പി എസ് സി ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ തരത്തിലുമുള്ള എന്ത് നോക്കുന്നുണ്ട്? മാഗസിൻസ് നോക്കുന്നുണ്ട്. ഇപ്പോൾ തൊഴിൽ വാർത്തയാണെങ്കിലും, തൊഴിൽ വീതിയാണെങ്കിലും, പി എസ് സി ബുള്ളറ്റിനാണെങ്കിലും, കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള എൻട്രി ആണെങ്കിലും, സൈലമാണെങ്കിലും ഞങ്ങളെല്ലാം വാച്ച് ചെയ്യുന്നുണ്ട്. യൂട്യൂബുകളൊക്കെ വാച്ച് ചെയ്ത് ആ ട്രെൻഡ്, അതിലെ ഏറ്റവും നല്ല ട്രെൻഡുകൾ നോക്കിയാണ് ഞങ്ങൾക്ക് സെറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഞങ്ങളുടേത് മാത്രമായിട്ടുള്ള ഒരു രീതിയല്ല. അപ്പം അവരെയൊക്കെ തന്നെ മുന്നിൽ കണ്ടുകൊണ്ട്, അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ വരുന്ന ഏറ്റവും പി എസ് സി ബുള്ളറ്റിൻ, മുൻകാല പി എസ് സി ചോദ്യങ്ങൾ, ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പം ക്വാളിറ്റിയായ, റിലവൻ്റായ, ഓതൻറ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽ ഇത് മുഴുവൻ വാങ്ങണ്ട, ഈ കോഴ്സിൽ മുഴുവൻ ചേരണ്ട. അവരൊക്കെ നൽകുന്ന മെറ്റീരിയലുകളിലെ ഞങ്ങളുടെ അനുഭവ സമ്പത്ത് വെച്ച് നോക്കിക്കൊണ്ടുള്ള കാര്യമാണ് ചെയ്യുന്നത്. ഇവിടെ ഫുൾ ടോപ്പിക്സ് കവർ ചെയ്യുന്നു. കൃത്യമായൊരു ലേണിംഗ് പ്ലാൻ ഉണ്ട്. SCERT ടെക്സ്റ്റ് ബുക്കുകളിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. PYQs ആൻഡ് റിലേറ്റഡ് ഫാക്ട്സ് ഫ്രം 2000 ഓൺവാർഡ്സ്. അവിടെ നിന്നാണ് പി എസ് സി, അതാണ് പി എസ് സിയുടെ എന്തെന്ന് പറയുന്നത്, ഏറ്റവും വലിയ സോഴ്സ് എന്ന് പറയുന്നത്. കറണ്ട് അഫയേഴ്സ്, ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിന് സ്പെഷ്യൽ അറ്റൻഷൻ ഉണ്ടായിരിക്കും. വീഡിയോ ക്ലാസ്സസ് ഉണ്ടായിരിക്കും, നോട്ട്സ് ഉണ്ടായിരിക്കും, അൺലിമിറ്റഡ് മോക്ക് എക്സാംസ്, ലൈവ് ക്ലാസ്സസ്, യൂണിറ്റ് ടെസ്റ്റ്, റെഗുലർ റിവിഷൻ. ഇതെല്ലാം അടങ്ങിയതാണ് നമ്മുടെ പി എസ് സി കോഴ്സ്. മാത്രമല്ല ഈ 2024 നമുക്കറിയാം ജൂലൈ മുതൽ ഈ എക്സാമുകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ആ എക്സാമുകൾ ആരംഭിക്കുമ്പോൾ ആ എക്സാമിനുള്ള ക്ലാസ്സുകൾ അതിന് മുമ്പായിട്ട് മുഴുവൻ കഴിഞ്ഞ റിവിഷനും തീർന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രശ്നം വരും. കിട്ടിയിരിക്കുമോ? കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങളിതൊരു ലോങ് ടേം ഗോളാക്കി തിരഞ്ഞെടുക്കുന്നു. ഇനിയും പി എസ് സി എക്സാമുകൾ വരാനുണ്ടല്ലോ. അപ്പോൾ 1.5 വർഷമാണ് നമ്മുടെ കോഴ്സ്. 2053 രൂപ മാത്രമാണ് ചിലവ്. ഒരു പി എസ് സി എക്സാമിനെ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾ ഏജിനടുത്ത് എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ 2-3 വർഷം വെച്ച് കൂളായി പഠിച്ചു പോടോ. നിങ്ങളിൽ പലരും ഡിഗ്രിയും പ്ലസ് ടു ഒക്കെ ഉള്ളവരായിരിക്കില്ലേ? 12 വർഷവും 15 വർഷവും 16ഉം 17ഉം വർഷവും പഠിച്ച് നിങ്ങളൊരു ജോലി ആവാത്തത് കൊണ്ടാണല്ലോ പി എസ് സിക്ക് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. പി എസ് സി നിശ്ചയമായും നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. പക്ഷേ കൂളായിരിക്കുക, ഹാപ്പി ആയിരിക്കുക,
ഒരു ലോങ് ടേം ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് സർക്കാർ ജോലി കിട്ടുന്നത് വരെ ഞാൻ പഠിക്കുമെന്ന് പറയുമ്പോൾ മനസ്സിന് തന്നെ ആശ്വാസം കിട്ടും. എന്നിട്ടോ ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽസ് പഠിച്ചു തുടങ്ങുക, അല്ലാതെ ചപ്പും ചവറും എല്ലാം വലിച്ച് വാരി പഠിക്കേണ്ട. ഓക്കെ, അപ്പോൾ ഒരു നല്ല ദിവസത്തേക്ക് നമുക്കിന്ന് പ്രവേശിക്കാം. കറണ്ട് അഫയേഴ്സ് തന്നെയാണ്. അതിൽ PSC ബുള്ളറ്റിനിൽ വന്ന വിവരങ്ങൾ മാത്രമല്ല, നമ്മളിവിടെ ചെയ്യുന്നത് വെറും PSC ബുള്ളറ്റിനിൽ നിന്ന് വരുന്ന വിവരങ്ങൾ, ചോദ്യം ഉത്തരം എന്നുള്ളതല്ല. അതുമായി ബന്ധപ്പെട്ട് ജനറൽ നോളേജിൽ എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, അത്തരത്തിലുള്ള കറണ്ട് അഫയേഴ്സ് എന്തെല്ലാം ഉണ്ട്. ഇപ്പോൾ PSC ബുള്ളറ്റിനിൽ ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സർവീസുള്ള റിവർ ക്രൂയിസ് കപ്പൽ ഏതാണെന്ന് മാത്രമേ ചോദ്യമുള്ളൂ. MV ഗംഗാ വിലാസ്. ആ ഒരൊറ്റ പോയിന്റിനെ അവിടെ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമായി കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. കാരണം കണക്ഷൻസ് ആർ മെമ്മറി. മെമ്മറി എന്ന് പറഞ്ഞാൽ കണക്ഷൻസ് ആർ മെമ്മറി ഈസ് കണക്ഷൻസ്. മെമ്മറി എന്ന് പറഞ്ഞാൽ കണക്ഷൻസ് ആണ്. അപ്പം കണക്ട് ചെയ്ത് പഠിക്കുക. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സർവീസുള്ള റിവർ ക്രൂയിസ് കപ്പൽ ഗംഗയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. അതുകൊണ്ട് ഗംഗാ വിലാസാണെന്ന് ഓർത്തു വയ്ക്കാൻ എന്ത് പ്രയാസം? ഒരു പ്രയാസമില്ല. അപ്പൊ ഇതെന്താണ് ഈ ഗംഗാ വിലാസ്? ആ ഗംഗാ വിലാസ് പോകുന്ന പാത കണ്ടില്ലേ നിങ്ങൾ? ഗംഗാ വിലാസ് എങ്ങനെയെല്ലാം പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾ കാണുന്നത്. എവിടെ കൂടിയിട്ടൊക്കെയാണ് ഗംഗാ വിലാസ് പോകുന്നത്? നിങ്ങളൊന്ന് നോക്ക്. ഗംഗാ വിലാസിന്റെ പോക്ക് കണ്ടില്ലേ? ഗംഗാ വിലാസിന്റെ പോക്ക് ഏതൊക്കെ സ്ഥലത്ത് കൂടെയാണ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പിടികിട്ടും. എവിടെയൊക്കെയുള്ള ഏതൊക്കെ സ്ഥലത്ത് കൂടെയാണ് ഗംഗാ വിലാസ് പോകുന്നത്? ഗംഗാ വിലാസ് നമുക്കറിയാം. ഈ ഗംഗാ വിലാസ് എന്ന് പറയുന്നത് 27 നദീതടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. 3200 കിലോമീറ്ററാണ് കടന്നു പോകുന്നത്. ചോദിക്കില്ല എന്ന് വിചാരിക്കേണ്ട, അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. 27 കിലോമീറ്റർ അല്ല 27 നദീതടങ്ങളിലൂടെ 3200 കിലോമീറ്റർ ഗംഗാ വിലാസ്. ഓക്കെ, അത് ആദ്യത്തെ യാത്ര ആരംഭിച്ചു അല്ലേ? എവിടെ നിന്നാണ് അത് ആരംഭിക്കുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ അവിടെ ആരംഭിക്കുന്നതിൻ്റെ യാത്ര ആരംഭിക്കുന്ന എവിടെയാണ്? 27 നദീതടങ്ങളുണ്ട്. മാത്രമല്ല ഇത് ആഡംബര കപ്പലാണ്. ഓർക്കണം, വാരാണസിയിൽ നിന്ന് ആരംഭിച്ച് ബംഗ്ലാദേശ് വഴി അസമിലെ ദിബ്രുഗഡിലേക്കാണ് ഇതിൻ്റെ യാത്ര. എവിടുന്ന് ആരംഭിക്കുന്നത്? വാരാണസിയിൽ നിന്ന്. എന്നിട്ട് ബംഗ്ലാദേശിലേക്ക് പോകും. എന്നിട്ട് വീണ്ടും അസമിലേക്ക് എത്തും. അവിടെ ദിബ്രുഗഡിലേക്കാണ് ഇതിൻ്റെ യാത്ര. 51 ദിവസം നീണ്ടു നിൽക്കുന്നതായിരുന്നു ഇതിൻ്റെ യാത്ര, കന്യാത്ര. 3200 കിലോമീറ്റർ, 27 നദീതടങ്ങൾ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത്, ഇങ്ങനെ പോകുമ്പോൾ അത് ലോക പൈതൃക കേന്ദ്രങ്ങൾ, ദേശീയ ഉദ്യാനങ്ങൾ, നദീഘട്ടങ്ങൾ, ബീഹാറിലെ പട്ന, ജാർഖണ്ഡിലെ സാഹിബ്ഗഞ്ച്, പശ്ചിമ ബംഗാളിലെ കൊൽക്കത്ത, ബംഗ്ലാദേശിലെ ധാക്ക, അസാമിലെ ഗുവാഹത്തി തുടങ്ങിയ പ്രധാന നഗരങ്ങൾ വഴിയാണ് യാത്ര. അപ്പോൾ ഈ നഗരങ്ങളൊക്കെ ഏത് സംസ്ഥാനത്താണ് കൂടി എന്ന് ഓർപ്പിക്കുകയാണ്. ഗുവാഹത്തി, അസം. ഇത് വായിച്ച് ചോദ്യമുണ്ടാക്കുന്ന ഒരാൾ, ഗുവാഹത്തി എവിടെയാണ്? അസമിലാണ്. ധാക്ക ബംഗ്ലാദേശിലാണ്. കൊൽക്കത്ത പശ്ചിമ ബംഗാളിലാണ്. പറ്റ്ന ബീഹാറിലാണ്. സാഹിബ്ഗഞ്ചോ ആൾക്കാർക്ക് അറിയണ്ടാവില്ല, ജാർഖണ്ഡ്. ഒരു ചോദ്യം വന്നേക്കാം, സാഹിബ്ഗഞ്ച് എവിടെയാണ്? ജാർഖണ്ഡിലാണ്. കാരണം ഈ ഒരു വാർത്ത നിറഞ്ഞു നിൽക്കുകയാണല്ലോ. അപ്പൊ നമുക്കറിയാം ഇവിടെ മാത്രമല്ല, ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മജുലി ആ വഴി പോകുന്നുണ്ട്. മജുലി കാണാൻ പറ്റും. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് മജുലി. അസമിൽ ബ്രഹ്മപുത്ര നദിയിലാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് ഏതാണെന്ന് ചോദിച്ചാൽ മജുലിയാണ്. അത് അസമിലെ ബ്രഹ്മപുത്ര വഴിയാണ്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽ വനമാണ് സുന്ദർബൻ. അതിലൂടെ കടന്നു പോകുന്നുണ്ട്. സുന്ദർബനിലൂടെ കടന്നു പോകുന്നുണ്ട്. ഓക്കെ, ഗംഗാ ബ്രഹ്മപുത്ര നദികളെ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽ വനം ഏതാണെന്ന് ചോദിച്ചാൽ അത് സുന്ദർബനാണ്. ഗംഗാ ബ്രഹ്മപുത്ര നദികളുടെ അഴിമുഖത്ത് പശ്ചിമ ബംഗാളിലും ബംഗ്ലാദേശിലുമായി ഇത് പരന്നു കിടക്കുന്നു. ഈ സുന്ദർബൻ എന്നുള്ള പേര് വരാൻ കാരണം അവിടെ സുന്ദരി എന്ന പ്രസിദ്ധമായ ഒരിനം കണ്ടൽ വനങ്ങളുണ്ട്. അതുകൊണ്ടാണ് സുന്ദർബൻ എന്നും ലഭിച്ചത്. അതുപോലെ തന്നെ നമുക്കറിയാലോ,
ദിബ്രുഗഡിലാണ് ഇത് അവസാനിക്കുന്നത് അല്ലേ? ഈ യാത്ര അസമിലെ ദിബ്രുഗഡിലാണ്. വാരണാസിയിൽ നിന്ന് ആരംഭിച്ച് ഈ തരത്തിലുള്ള വിവിധ സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോയി, 27 നദീഘടകങ്ങളിലൂടെ കടന്നുപോയി, ബംഗ്ലാദേശിലേക്ക് കടന്ന് ആസാമിലെ ദിബ്രുഗഡിലെ ആണ് അവസാനിക്കുന്നത്. ഈ ദിബ്രുഗഡിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താ? അവിടെയാണ് നമുക്കറിയാം ബോഗിബീൽ പാലമുള്ളത്. ബോഗിബീൽ പാലം ഇങ്ങനെ കണക്ട് ചെയ്ത് വായിക്കണം. ബോഗിബീൽ പാലത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ റെയിൽ റോഡ് പാലമാണ്. റെയിൽ റോഡ് പാലമാണ് ബോഗിബീൽ പാലം. അതും ബ്രഹ്മപുത്ര നദിക്ക് കുറുകെയാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ നദീയാത്രയാണ് ഈ ഗംഗാവിലാസ്. 27 നദീതടങ്ങളുണ്ട്. ആഡംബര കപ്പലാണ്. വാരാണസിയിൽ നിന്ന് ആരംഭിച്ച് ബംഗ്ലാദേശ് വഴി അസമിലെ ദിബ്രുഗഡിലേക്കാണ് യാത്ര. ലോക പൈതൃക കേന്ദ്രങ്ങളും ദേശീയ ഉദ്യാനങ്ങളും നദീഘട്ടങ്ങളും ബീഹാറിലെ പട്ന, ജാർഖണ്ഡിലെ സാഹിബ്ഗഞ്ച്, പശ്ചിമ ബംഗാളിലെ കൊൽക്കത്ത, ബംഗ്ലാദേശിലെ ധാക്ക, അസമിലെ ഗുവാഹത്തി തുടങ്ങിയ പ്രധാന നഗരങ്ങൾ വഴിയാണ് യാത്ര. ഇതൊരു മനോഹരമായ ഒരു യാത്രയായിരിക്കും. അപ്പോൾ ജലപാതകളിലൂടെയാണ്. നമുക്കറിയാം 2014 5 ദേശീയ ജലപാതകളുള്ള സ്ഥലത്ത് ഇന്ന് ഇന്ത്യയിൽ 111 ദേശീയ ജലപാതകളുണ്ട്. ഇതൊന്നും PSC ബുള്ളറ്റിനിൽ പല ഭാഗങ്ങളിലായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളതൊക്കെ ഒരു ഭാഗത്തേക്കാക്കി കൊണ്ടുവരികയാണ്. ഓക്കെ, അപ്പോൾ ഗംഗാവിലാസും ദിബ്രുഗഡും വാരാണസിയിലൂടെ നമ്മൾ കടന്നുപോയി അല്ലേ? മനോഹരമായ സുന്ദർബനിലൂടെ, കണ്ടൽ വനങ്ങളിലൂടെ. മാത്രമല്ല ബ്രഹ്മപുത്ര നദിയിലുള്ള ആസാമിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മജുലിയിലൂടെ, എന്തെല്ലാം സ്ഥലത്തിലൂടെ നമ്മൾക്കൊരു മനോഹരമായ യാത്ര കഴിഞ്ഞു. ഇനി മറ്റൊന്ന്, നമുക്കൊരു പൂന്തോട്ടത്തിലേക്ക് പോകാം. രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡനിലേക്ക്. ആ രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ പൂന്തോട്ടങ്ങൾക്ക് പുതിയ പേര് നൽകിയിട്ടുണ്ട്. ഈ ഒരൊറ്റ കാര്യം മാത്രമാണ് PSC ആ ബുള്ളറ്റിൽ കൊടുത്തു. പക്ഷേ അതിനോട് കണക്ട് ചെയ്ത് നമ്മൾ പുതിയ പേരുകൾ ഏതെല്ലാം വന്നു നോക്കണം. മുഗൾ ഗാർഡൻ, ആ മുഗൾ ഗാർഡൻ്റെ പേര് അമൃത് ഉദ്യാൻ എന്ന് ആക്കി മാറ്റിയിട്ട്. അമൃത് കാലാണല്ലോ ഇപ്പോൾ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമൃത് ഉദ്യാൻ ഓർത്തു വയ്ക്കാൻ എളുപ്പമാണ്. മുഗൾ ഗാർഡൻ എന്നുള്ള പേര് അമൃത് ഉദ്യാൻ എന്നാക്കി മാറ്റി. ഇപ്പം 2022-23 ഇന്ത്യയിലെ പ്രധാന പേരുമാറ്റങ്ങൾ നിങ്ങൾ ഓർത്തു വയ്ക്കണം. ഔറംഗാബാദ്, ഈ ഔറംഗാബാദ്, അതായത് മുഗൾ ഗാർഡൻ അമൃത് ഉദ്യാൻ മാത്രമായി അല്ല മാറ്റിയിട്ടുള്ളത്, ഔറംഗാബാദ് മാറ്റിയിട്ടുണ്ട്. ഔറംഗാബാദ് ഛത്രപതി സംഭാജി നഗർ എന്ന് പുനർനാമകരണം ചെയ്തു. ഏതാ? ഔറംഗാബാദ്. നിങ്ങൾക്ക് ഔറംഗാബാദ് എന്ന് പറയുമ്പോൾ എങ്ങനെ ഓർക്കുക? ഞങ്ങളുടെ നാട്ടിലൊക്കെ പോത്തിനെ അറുത്ത് സംഭാവന കൊടുക്കാറുണ്ട് അല്ലേ, പെരുന്നാൾ കാലത്ത്. അങ്ങനെ ഓർത്തു വെച്ചാൽ മതി. പോത്തിനെ അറുത്ത് ഓരോ വീട്ടുകളിലേക്ക് അവർ പെരുന്നാൾ കാലത്ത് മുസ്ലിം സുഹൃത്തുക്കൾ കൊടുക്കും സംഭാവന. അത് ഒരടുത്ത വീട്ടിലേക്കൊക്കെ കൊടുക്കും ഒരു പോത്തിനെ അറുത്തിട്ട്. അപ്പോൾ സംഭാജി നഗർ എന്ന് പുനർനാമകരണം ചെയ്തു. ഔറംഗാബാദ് അറുത്തു സംഭാവന നൽകി എന്നോർത്തു വെച്ചാൽ മതി. മറാത്ത യോദ്ധാവായ രാജാവിനെയാണ് ഛത്രപതി. അയാൾക്കും അറക്കൽ തന്നെയായിരുന്നു അല്ലേ? മനുഷ്യനെ കൊല്ലൽ തന്നെയാണ്. മനുഷ്യനെ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് കൊല്ലുകയാണ്. ആ ഛത്രപതി സംഭാജി മഹാരാജിനെ ആദരിച്ചുകൊണ്ട് 2023 ഫെബ്രുവരിയിൽ ഛത്രപതി സംഭാജി നഗർ എന്ന് പുനർനാമകരണം ചെയ്തു. ആരേനെ? ഔറംഗാബാദ് ഇപ്പം ഛത്രപതി സംഭാജി നഗറായിട്ട് മാറി. ഉസ്മാനാബാദോ മഹാരാഷ്ട്ര, ഔറംഗാബാദും മഹാരാഷ്ട്രയിലാണ്, ഉസ്മാനാബാദും മഹാരാഷ്ട്രയിലാണ്. അതും 2023 ധാരാശിവ് എന്ന് പുനർനാമകരണം ചെയ്തു. ആരെയാണ്? ഉസ്മാനാബാദ്. എങ്ങനെ ഓർത്തു വയ്ക്കുക? നോക്കൂ, ഉസ്മാൻ എന്നുള്ളിടത്ത് ഉസ്മാൻ എന്നാണ് നിങ്ങൾ ഓർക്കുക. പക്ഷെ സ്മാൻ എന്ന് വരും, എടുത്തു നോക്കൂ, ശ്മശാനം ഓർമ്മ വരുന്നില്ലേ? ശിവൻ അവിടെയാണ് ഉണ്ടാവുക. ചുടലക്കളത്തിലാണ് ശിവൻ പലപ്പോഴും ഉണ്ടാവുക. അപ്പം ശ്മശാനം എന്ന് ഓർത്തു വെച്ചാൽ മതി അല്ലേ? സൃഷ്ടിയും സ്ഥിതിയും കഴിഞ്ഞ് സംഹാരമാണ് ശിവന്റെ പരിപാടി. ശ്മശാനത്തിലാണ്. അപ്പം ശ്മശാനം എന്ന് വരുന്ന സ്മാൻ, ഉസ്മാനാബാദ് ധാരാശിവ് എന്ന് പുനർനാമകരണം ചെയ്തു. ഇതാ പ്രദേശത്തിൻ്റെ ചരിത്രപരമായ പേരാണ് പ്രതിഫലിപ്പിക്കുന്നത്. മറ്റൊന്നാണ് അലഹബാദ്. അത് 2019 ജനുവരിയിൽ തന്നെ പുനർനാമകരണം ചെയ്തിട്ടുണ്ട്. പ്രയാഗ്രാജ് പല പ്രാവശ്യം PSC പരീക്ഷയ്ക്ക് വന്നതാണ്. അതുകൊണ്ട് തന്നെ
ഈ പുനർനാമകരണങ്ങൾ ഇനിയും PSC പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. ആ ട്രെൻഡ് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കി. ഈ പ്രയാഗ്രാജ് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 2023 ഫെബ്രുവരിയിൽ നടന്ന ഈ പുനർനാമകരണങ്ങൾ PSC പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. ഇത് മാത്രമല്ല, രാജ്പഥ് ഡൽഹി, ആ രാജ്പഥ് ഡൽഹി അതിന് മാറ്റം വന്നിട്ട്, പേര് മാറ്റം വന്നിട്ട്, അത് 2022 സെപ്റ്റംബറിലാണ്. സെൻട്രൽ വിസ്ത എന്ന് പറയുന്ന പാർലമെന്റ് അടക്കമുള്ള പുനർനിർമ്മിക്കുന്ന പുനർവികസന പദ്ധതി, അതിനാണ് സെൻട്രൽ വിസ്റ്റ എന്ന് പറയുന്നത്. ആ പദ്ധതിയുടെ ഭാഗമായി 2022 സെപ്റ്റംബറിൽ കർത്തവ്യപാത എന്ന് രാജ്പഥിനെ മാറ്റി. രാജ്പഥ് ഡൽഹിയെ കർത്തവ്യപാത, മുഗൾ ഗാർഡൻ അമൃത് ഉദ്യാൻ എന്നാക്കിയതുപോലെ രാജ്പഥ് ഡൽഹി കർത്തവ്യപാത എന്നാക്കി മാറ്റി. അതുപോലെ തന്നെ മുഗൾ ഗാർഡൻസ്, ആ മുഗൾ കാലഘട്ടവുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് 2023 ജനുവരിയിൽ അമൃത് ഉദ്യാൻ. ഇതുപോലെ നമ്മൾ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഒറീസ ഇപ്പോൾ ഒഡീഷയാണ്, പോണ്ടിച്ചേരി അതുപോലെ തന്നെ പുതുച്ചേരിയായി മാറിയിട്ടുണ്ട്. യെസ്, അത് ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പോയിന്റ്സ് ഓഫ് സാറ്റലൈറ്റ് പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജനാരാണ്? നവജോത് സാവനി. ഇത്ര മാത്രമേ PSCയിൽ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് പലരും നിങ്ങളോട് പത്രം കൂടി വായിക്കണം എന്ന് പറയുന്നത്. നിങ്ങൾ നമ്മുടെ കറണ്ട് അഫയേഴ്സോ കോഴ്സോ എടുക്കുകയാണെങ്കിൽ പത്രം വായനയൊക്കെ നിർത്തിയേക്ക്, നിങ്ങൾ ഇവിടേക്ക് വന്നാൽ മതി. തരാനുള്ള വിവരങ്ങളൊക്കെ ആറ്റിക്കുറുക്കി ഞങ്ങൾ തരും. അപ്പം നവജോത് സാവനിയാണ് പോയിന്റ്സ് ഓഫ് ലൈറ്റ് പുരസ്കാരം. എന്താണ് ഈ പോയിന്റ്സ് ഓഫ് ലൈറ്റ് പുരസ്കാരം? അതൊക്കെ ഒന്ന് അറിഞ്ഞാലാണ് ഇത് ഓർമ്മയിൽ നിൽക്കുള്ളൂ. ലോകമെമ്പാടുമുള്ള ദരിദ്രരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്ന കണ്ടുപിടുത്തങ്ങൾക്ക് നൽകുന്ന പുരസ്കാരമാണ് പോയിന്റ്സ് ഓഫ് ലൈറ്റ് പുരസ്കാരം. ലോകമെമ്പാടുമുള്ള ദരിദ്രരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്ന കണ്ടുപിടുത്തങ്ങൾക്ക് നൽകുന്ന പുരസ്കാരമാണ്. അത് സാവനിക്കാണ് കിട്ടിയത്. സാവനിയുടെ കണ്ടുപിടുത്തം ചെറിയ ഒരു ലളിതമായ ഉപകരണമാണ്. ഇത് ഏതൊരു ദരിദ്ര കുടുംബത്തിനും ഉപയോഗിക്കാൻ പറ്റും. 2022 അവർ ഫോബ്സ് 30 അണ്ടർ 30 ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള യുവ വ്യക്തികളിൽ ഒരാളായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു സാവനി. അപ്പൊ ആർക്കായിരുന്നു ഏത് കണ്ടുപിടുത്തം കിട്ടിയത്? പോയിന്റ്സ് ഓഫ് ലൈറ്റ് പുരസ്കാരം നേടിയത് ഇന്ത്യൻ വംശജൻ ആരാണ്? ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ നവജോത് സാവനിയാണ്. നവജോത് സാവനി അലക്ക് യന്ത്രം കണ്ടുപിടിച്ചതാ. അപ്പൊ സാവനി എന്താ ചെയ്തത്? സാധാരണക്കാർക്ക് വേണ്ടി അവർ വലിയൊരു കണ്ടുപിടുത്തം കണ്ടുപിടിച്ചു. എന്തായിരുന്നു ആ കണ്ടുപിടുത്തം? അലക്ക് യന്ത്രമാണ്. ഇനി വിയർപ്പുള്ള വസ്ത്രങ്ങൾ അവരിങ്ങനെ അടിച്ച് അലക്കി തിരുമ്പണ്ട. കറണ്ടില്ലെങ്കിലും അവർക്കും കൈകൊണ്ട് തിരിക്കാവുന്ന അലക്കു യന്ത്രം കണ്ടുപിടിക്കുകയാണ്. ആരാണ് കണ്ടുപിടിച്ചത്? നവജോത് സാവനിയാണ്. പോയിന്റ്സ് ഓഫ് ലൈറ്റ് പുരസ്കാരമാണ്. അത് ദരിദ്രരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനുള്ള കണ്ടുപിടുത്തങ്ങൾക്ക് ബ്രിട്ടീഷ് സർക്കാർ നൽകുന്ന പുരസ്കാരമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് 17ാമത് പ്രവാസി ഭാരതീയ ദിവസിന്റെ വേദി എവിടെയാണ്? ഇത് മാത്രമേ PSC ബുള്ളറ്റിൽ വരൂ, പക്ഷെ മറ്റു വിവരങ്ങൾ കൂടി നമ്മൾ ഇതിനോടൊപ്പം തരുന്നു. ഇൻഡോർ മധ്യപ്രദേശിലാണ്. എന്താണ് ഇതൊന്ന് ചോദിക്കാനുള്ള പ്രത്യേകത? സാധാരണയായിട്ട് പ്രവാസി ദിവസിന്റെ വേദി വരാറ് ഡൽഹിയാണ്. പക്ഷേ ഇപ്രാവശ്യം ഇൻഡോറിലായി. ജനുവരി 9 രാജ്യം ഭാരതീയ പ്രവാസി ദിവസ് NRI ദിനം ആചരിക്കുന്നു. പ്രവാസി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഇന്ത്യ വിട്ട് അല്ലേ? NRI എന്ന് പറഞ്ഞാൽ നോൺ റെസിഡൻഷ്യൽ ഇന്ത്യൻ എന്ന് പറയുന്നത് ഇന്ത്യ വിട്ട് വിദേശ രാജ്യങ്ങളിൽ ജോലിക്കായി താമസിച്ച് പിന്നീട് തിരിച്ചെത്തുന്നവരാണ്. പെർമനന്റ് സെറ്റിൽമെന്റ് അല്ല. ഇന്ത്യയിൽ നിന്ന് സ്ഥിരമായിട്ട് വിട്ടുപോയി മറ്റു രാജ്യങ്ങളിൽ പൗരന്മാരായവരല്ല. ഒരു ഇന്ത്യൻ വംശജർ എന്നേ പറയാൻ പറ്റുള്ളൂ. പ്രവാസി എന്ന് പറയുന്നത് അവരാരാണ്? പ്രവാസി എന്ന് പറയുന്നത് ഓർത്തിരിക്കുക. പ്രവാസി എന്ന് പറയുന്നത് ആരാണ്? പ്രവാസി അവർ ഈ രാജ്യം വിട്ട് അവരുടെ ജീവിത മാർഗത്തിനായി മറ്റു രാജ്യങ്ങളിൽ എത്തുകയും തിരിച്ച് ഇന്ത്യയിലേക്ക് വരികയും ചെയ്യുന്നവരാണ് പ്രവാസി എന്ന് പറയുന്നത്. അവരെ പ്രവാസി എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അപ്പം 17ാമത് പ്രവാസി ഭാരതീയ ദിവസിന്റെ വേദി എവിടെയാണ് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. 17ാമത് പ്രവാസി ഭാരതീയ ദിവസിന്റെ വേദി എവിടെയാണ്? അത് ഇൻഡോർ മധ്യപ്രദേശിലാണ്.
ഇൻഡോർ മധ്യപ്രദേശ്. ഇപ്പം ഈ പ്രവാസികൾ എന്തിനു വേണ്ടിയിട്ടാണ് പോകുന്നത്? അവരുടെ ഉള്ളിലുള്ള ആൾക്കാരെ ഇൻഡോർ, ആ വീടിനുള്ളിലുള്ള ആൾക്കാരുടെ മദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യം ഏതാണ്? നമ്മുടെയൊക്കെ മദ്യം വയറാണ്. ആ മധ്യപ്രദേശ് നിറയാൻ വേണ്ടിയിട്ടാണ് അവർ പോണതെന്ന് ആലോചിച്ചാൽ മതി അല്ലേ? ഉറ്റവരെയും ഉടയവരെയും ഇവിടെയാക്കി ജീവിതത്തിൻ്റെ സുലഭിലമായ കാലം അവർ പ്രവാസ ലോകത്താണ്. ആർക്ക് വേണ്ടിയിട്ടാണ്? അവിടെ കടന്നൊരു മെഴുകുതിരി പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രകാശം പരത്തുന്നതിനായിട്ട് അവർ എരിഞ്ഞടങ്ങുകയാണ്. നമ്മുടെ മധ്യപ്രദേശം വയറ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത ഉപാധികൾ, വയറ് മാത്രമല്ല, ഞാനത് ഉദ്ദേശിച്ചു എന്ന് മാത്രം. അപ്പം ജനുവരി 9 രാജ്യം പ്രവാസി ഭാരതീയ ദിവസ് NRI ദിനമായിട്ട് ആചരിക്കുന്നു. വിദേശത്ത് തങ്ങളുടെ മേഖലകളിൽ പ്രത്യേക നേട്ടങ്ങൾ കൈവരിച്ച ഇന്ത്യക്കാരെ ഈ ദിനത്തിൽ ആദരിക്കുന്നു. എന്തുകൊണ്ട് ജനുവരി 9 തിരഞ്ഞെടുത്തു? രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ സ്മരണയ്ക്കായാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. 1915 ജനുവരി 9 മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുന്നത്. നിങ്ങൾക്കറിയാലോ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് 3 കാലഘട്ടങ്ങളുണ്ട്: മിതവാദം, തീവ്രവാദം, ഗാന്ധിയുഗം. ഇങ്ങനെ 3 കാലഘട്ടങ്ങളുണ്ട്. ഗാന്ധിയുഗം ആരംഭിക്കുന്നത് നിങ്ങൾക്കറിയാം 1915 മുതലാണോ 19 മുതലാണോ ഒന്ന് ഓർത്ത് നോക്കുക. നമ്മൾ ഇതിനു മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമാകുന്നതോടെ, ഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമാകുന്നത് റൗലറ്റ് ആക്ടിനെതിരെയുള്ള ഒരു പ്രതിഷേധ സമരത്തിലൂടെയാണ്. ഗാന്ധിയുഗം ആരംഭിക്കുന്നത് അന്നാണ്, 1915 പക്ഷേ ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നത് 1915. ഗാന്ധി യുഗം ആരംഭിക്കുന്നത് 1919. ഗാന്ധി യുഗത്തോടു കൂടിയാണ് ദേശീയ പ്രസ്ഥാനം ജനകീയമായി മാറുന്നത്. 1915 ജനുവരി തന്നെ അദ്ദേഹം ഇന്ത്യയിലെത്തി. ജനുവരി 9 മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുന്നത്. തിരിച്ചെത്തിയ ശേഷം അദ്ദേഹം സ്വാതന്ത്ര്യത്തിന് വഴിയൊരുക്കി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിൻ്റെയും സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും സ്മരണയ്ക്കായാണ് പ്രവാസി ഭാരതീയ ദിവസ് ആഘോഷിക്കുന്നത്. ഓരോ 2 വർഷം കൂടുമ്പോഴും പ്രവാസി ഭാരതീയ ദിനത്തിൻ്റെ പ്രമേയം വ്യത്യസ്തമായിരിക്കും. 2023 പ്രമേയം ഓർത്തു വെക്കണം: ഡയസ്പോര റിലയബിൾ പാർട്ട്നേഴ്സ് ഫോർ ഇന്ത്യാസ് പ്രോഗ്രസ് ഇൻ അമൃത് കാൽ. പ്രവാസികൾ ഇന്ത്യയുടെ പുരോഗതിക്ക് വിശ്വസനീയമായ പങ്കാളികൾ എന്നതാണ് 2023 പ്രമേയം. ഡയസ്പോര റിലയബിൾ പാർട്ട്നേഴ്സ് ഓഫ് ഇന്ത്യാസ് പ്രോഗ്രസ് ഇൻ അമൃത് കാൽ. അപ്പം പ്രവാസി ഭാരതീയ ദിവസ് 2024 2023 തീം തുടരും. ഡയസ്പോര അമൃത് കാലിൽ ഇന്ത്യയുടെ പുരോഗതിക്ക് വിശ്വസനീയമായ പങ്കാളികൾ എന്നുള്ളതാണ് ആ തീം എന്ന് പറയുന്നത്. മറ്റൊന്ന് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി ഏതാണ്? കൂവൻ നദിയാണ്. ഈ കൂവൻ നദി തമിഴ്നാട്ടിലെ ചെന്നൈ നഗരത്തിലൂടെയാണ് ഒഴുകുന്നത് കേട്ടോ. തമിഴ്നാട്ടിലെ ചെന്നൈ നഗരത്തിലൂടെ ഒഴുകുന്ന കൂവൻ നദിയാണ് ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി. കൂവൻ നദി കടലിൽ ചേരുന്നതിന് തെക്കുള്ള പ്രദേശമാണ് മെറീന ബീച്ച് അല്ലേ? തമിഴ്നാട്ടിലെ ചെന്നൈയിലെ ഏറ്റവും പ്രസിദ്ധമായ ബീച്ചാണ് മെറീന ബീച്ച്. അപ്പോൾ മെറീന ബീച്ച് ചെന്നൈയിലാണെന്ന് ഓർക്കുക. അത് കൂവൻ നദി കടലിൽ ചേരുന്നതിന് തെക്കുള്ള പ്രദേശമാണ്. മറ്റൊന്നാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയമാണ്. അപ്പം ഹോക്കി നമുക്കറിയാം, ഇന്ത്യയുടെ ദേശീയ വിനോദമാണ് ഹോക്കി. ഇന്ത്യക്കാരധികവും പരമ്പരാഗതമായിട്ട് മുണ്ടെടുക്കുന്നവരാണ് അല്ലേ? അപ്പം ഇന്ത്യയുടെ ദേശീയ വിനോദമാണ് ഹോക്കി. അത് മുണ്ടെടുത്തിട്ടല്ല കളിക്കുക, പക്ഷെ മുണ്ടെടുത്തിട്ടാണ് കളിക്കുന്നതെന്ന് ആലോചിച്ചോ. ഓക്കെ, അപ്പം ആ മുണ്ട എന്ന് വന്നു. പരമ്പരാഗത ഡ്രസ്സാണ് ആ മുണ്ട്. ഇന്ത്യയുടെ ദേശീയ വിനോദവും ഹോക്കിയാണ്. അപ്പം ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയം എവിടെയാണ്? റൂർക്കേല. എവിടെയായി? റൂറൽ ഏരിയ. ആ റൂറൽ ഏരിയയിലാണ് വിചാരിക്കുക. റൂർക്കേല അത് ഒഡീഷയിലാണ്. അപ്പോൾ ഇതിനും ഒപ്പം നമ്മൾ ഓർത്തു വെക്കേണ്ട മറ്റു ചില സ്റ്റേഡിയങ്ങളുണ്ട്, അതുകൂടി പഠിച്ചു വെക്കണ്ടേ. നരേന്ദ്രമോദി സ്റ്റേഡിയം അഹമ്മദാബാദ്, ഗുജറാത്ത്. എന്താ പ്രത്യേകത? നരേന്ദ്രമോദി സ്റ്റേഡിയം ഗുജറാത്തിലാവും നിങ്ങൾക്കറിയാം, അഹമ്മദാബാദിൽ. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയമാണ് ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയമെങ്കിൽ
ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് നരേന്ദ്രമോദി സ്റ്റേഡിയം, അഹമ്മദാബാദ്, ഗുജറാത്ത്. 2023 ഏകദിന ലോകകപ്പിന് ആതിഥേയം വഹിച്ചതും ഈ ആതിഥേയം കൂടി വഹിച്ചിട്ടുണ്ട് ഈ നരേന്ദ്രമോദി സ്റ്റേഡിയം. ഓർത്തു വയ്ക്കുക. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിനിൽ ജോലി ചെയ്യുന്ന ആദ്യ വനിതാ ഓഫീസർ ആരാണ്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയാണ് സിയാച്ചിൻ. ആ സിയാച്ചിനിൽ ജോലി ചെയ്യുന്ന ആദ്യ വനിതാ ഓഫീസർ ക്യാപ്റ്റൻ ശിവ ചൗഹാനാണ്. ശിവനെ ഓർത്തു വെച്ചാൽ മതി. കൈലാസത്തിലാണ്, ഉയരം കൂടിയ ഭൂമിയാണ്. കൈലാസം ഹിമാലയത്തിനാണ്. അതിനപ്പുറത്തായി കാരക്കോറം മലനിരകളിലാണ് സിയാച്ചിൻ സ്ഥിതി ചെയ്യുന്നത്. എന്താണ് സിയാച്ചിൻ? ഇത് ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന ഈ 3 രാജ്യങ്ങളുടെയും അതിർത്തിക്ക് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയാണിത്. 3-ാം ധ്രുവം എന്നറിയപ്പെടും. അതായത് 2 ധ്രുവങ്ങൾ കഴിഞ്ഞാൽ ഇത്രയും വലിയ മഞ്ഞുപാളികൾ കാണുന്ന മറ്റൊരു പ്രദേശം കൂടി ആയതുകൊണ്ടാണ് ഇതിന് 3-ാം ധ്രുവം എന്ന് പറയുന്നത്. ഈ സിയാച്ചിൻ ഹിമാനിയുടെ വടക്ക് പ്രദേശത്താണ്. അതായത് സിയാച്ചിൻ ഇന്ത്യയുടെ വടക്ക് ഭാഗത്താണ്. മഹാപർവ്വത മേഖലയുടെ ഭാഗമായിട്ടാണല്ലോ കാരക്കോറം മലനിരകളൊക്കെ വരുന്നത്. ആ കാരക്കോറം മലനിരകളിലാണ് സിയാച്ചിൻ സ്ഥിതി ചെയ്യുന്നത്. ഉത്തര മഹാപർവ്വതം എന്ന് പറയുമ്പോൾ തന്നെ വടക്കാണ്. ആ സിയാച്ചിൻ്റെയും വടക്കാണ് ഇന്ദിരാക്കോൾ. ഇന്ത്യയുടെ ഏറ്റവും വടക്കുള്ള പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ദിരാക്കോളാണ് ഏറ്റവും വടക്കേ അറ്റത്തെ പോയിന്റ്. അത് സിയാച്ചിനിൽ ഹിമാനിയുടെ വടക്കാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ ഹെലിപ്പാഡ് എവിടെയാണെന്ന് ചോദിച്ചാലും അതും സിയാച്ചിനിലാണ്. റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ ഭാഗമായി അവതരിപ്പിച്ച പ്ലോട്ടുകളിൽ 1-ാം സ്ഥാനം നേടിയത് ഉത്തരാഖണ്ഡാണ്. കറക്റ്റായിട്ട് ഉത്തരം എഴുതുന്നവർക്കുള്ള 1-ാം സ്ഥാനം. ഇവിടെ പ്ലോട്ടിൻ്റെ കാര്യത്തിലും 1-ാം സ്ഥാനം ഉത്തരാഖണ്ഡിനാണ്. അവിടെ തന്നെ നമ്മൾ ഓർത്തു വെക്കേണ്ടതാണ്, ചരിത്രത്തിൽ ആദ്യമായി കരസേനാ ദിന പരേഡ് ഡൽഹിക്ക് പുറത്തു വെച്ചാണ് നടന്നത്. 17ാമത് 2023 പ്രവാസി ദിവസ് ഇൻഡോർ, മധ്യപ്രദേശിലെ ഇൻഡോറിൽ നടന്നതുപോലെ ഇവിടെ ആദ്യമായിട്ട് കരസേനാ ദിന പരേഡ് സാധാരണയായി ഡൽഹിയിലാണ് നടക്കാറ്. അത് ഡൽഹിക്ക് പുറത്തു വെച്ച് നടന്നു. എവിടെയാണ്? ബാംഗ്ലൂരാണ്. 75ാമത് കരസേനാ ദിനമായിരുന്നു. എല്ലാ വർഷവും ഡൽഹിയിലെ കന്റോൺമെൻറ്റിൽ കരിയപ്പ പരേഡ് ഗ്രൗണ്ടിൽ സൈനിക പരേഡും മറ്റ് നിരവധി കരസേന ആയോധന പ്രദർശനങ്ങളും നടത്തിക്കൊണ്ട് ഈ ദിനം ആഘോഷമാക്കുന്നുണ്ട്. 2023 75ാമത് കരസേനാ ദിനമായിരുന്നു. അത് ബാംഗ്ലൂരിൽ വെച്ചാണ് ആഘോഷിച്ചത്. എന്താണ് കരസേനാ ദിനം? എന്നാണത്? ജനുവരി 15-നാണ്. ജനുവരി 9-ന് 1915 ജനുവരി 9-ന് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഗാന്ധി തിരിച്ചെത്തിയ ആ ദിനം പ്രവാസി ദിനമായി സ്മരിക്കപ്പെടുന്നത് പോലെ ഈ ജനുവരി 15-ഉം കരസേനാ ദിനമായി ആചരിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു കാര്യമുണ്ട്. അതെന്താണ്? പ്രധാനപ്പെട്ടതാണ്. PSCക്ക് പ്രധാനപ്പെട്ടതാണ്. കരസേനയുടെ ആദ്യത്തെ ഇന്ത്യൻ മേധാവിയായി ജനറൽ കരിയപ്പ അധികാരമേറ്റു 1949 ജനുവരി 15-ന്. ഇത് രണ്ടും കൂടി കണക്ട് ചെയ്ത് വെക്കണം. ജനുവരി 15 കരസേനാ ദിനം, 1949 ജനുവരി 15-ന് ഇന്ത്യൻ കരസേനയുടെ ആദ്യത്തെ ഇന്ത്യൻ മേധാവി, അതുവരെ ബ്രിട്ടീഷുകാരാണ്. ഇതിൻ്റെ ഓർമ്മയ്ക്കാണ് എല്ലാ വർഷവും ജനുവരി 15 ദേശീയ കരസേനാ ദിനമായിട്ട് ആചരിക്കുന്നത്. വ്യോമസേനാ ദിനം ഏതാണ്? ഒക്ടോബർ 8-ആണ്. വ്യോമസേന, നമ്മൾ ആകാശത്ത് ഇങ്ങനെ 8 പറക്കുന്ന ഒരു വിമാനത്തെ ആലോചിച്ചോ. ഒക്ടോബറിലുമുണ്ട് ഒക്ടം. ശരിക്കും ഒക്ടോബർ പണ്ടത്തെ കാലത്തെ 8ാമത്തെ മാസമാണ്. ഒക്ടഗൺ, 8 വശമുള്ള എന്ന് കേട്ടിട്ടില്ലേ? ആ 2 8 അവിടെ. ഒക്ടോബർ 8. നാവികസേനാ ദിനം ഡിസംബർ 4-ആണ്. എങ്ങനെയാ ഡിസംബർ 4 എന്ന് ഓർത്തു വയ്ക്കുക? അല്ലേ? നമ്മൾ പറയാറുണ്ട്. എന്താ പറയാറ്? ഡിസംബർ 4 ഈരേഴ് 14 ലോകങ്ങൾ, ഈരേഴ് 14 ലോകങ്ങൾ എന്ന് പറയാറുണ്ട്. സാധാരണയായിട്ട് അത് കപ്പലിൽ പോയി കാണലാണ് നമുക്ക് നല്ലതല്ലേ? എങ്ങനെയാണ് വിചാരിക്കുക? വിമാനത്തെക്കുറിച്ചൊന്നും സങ്കല്പിക്കാൻ പറ്റില്ലല്ലോ. ഈരേഴ് 14 ലോകങ്ങൾ. നമുക്കിവിടെ 10 ഉണ്ട്, 4 ഉണ്ട്, 14. അതൊരു കപ്പലിൽ പോയി കാണുകയാണ്. അപ്പം നമ്മുടെ ആകാശത്ത് ആര് വട്ടമിട്ട് പറക്കുകയാണ്? നമുക്ക് സുരക്ഷിതത്വം കൊണ്ട് 8 ഇട്ടിട്ട് പറക്കുകയാണ്. ആര്? വ്യോമസേന. ഒക്ടോബർ 8. ക്ലിയർ ആവുന്നുണ്ടല്ലോ?
മറ്റൊരു ചോദ്യം, അടുത്തിടെ ഒത്തുതീർപ്പായ രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന കേസ് ബർഹാംപൂർ ബാങ്ക് ലിമിറ്റഡ് കേസാണ്. ലിക്വിഡേഷൻ കേസ്. ഏതാണ്? ബർഹാംപൂർ. വെറുതെ ആരംഭിച്ച ബാങ്ക് എന്ന് ഓർത്തു വെച്ചാൽ മതി. അതുകൊണ്ട് അത് ലിക്വിഡേറ്റ് ചെയ്തു. 72 വർഷം പഴക്കമുള്ള കേസാണ് ഒത്തുതീർപ്പാക്കുന്നത്. നമ്മുടെ കോടതിയിൽ നമുക്കറിയാം വ്യവഹാരങ്ങൾ കെട്ടിക്കിടക്കുകയാണ്. 72 വർഷം പഴക്കമുള്ള കേസ് ഒത്തുതീർപ്പാക്കി. 1948 ബാങ്ക് പേപ്പറായിട്ട് പ്രഖ്യാപിച്ചത്. ആ ബാങ്ക് അവസാനിപ്പിക്കാനുള്ള കൽക്കട്ട ഹൈക്കോടതി ഉത്തരവാണ് കേസിന്റെ ഉത്ഭവം. കൽക്കട്ട ഹൈക്കോടതിയും ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന കോടതികളിൽ ഒന്നാണ്. ആ ലിക്വിഡേഷൻ നടപടികളെ ചോദ്യം ചെയ്യുന്ന ഒരു ഹർജി 1951 ജനുവരി 1 ഫയൽ ചെയ്തു. 71/1951. 51 71ാമത്തെ നമ്പർ ആയിട്ടാണ്. ഓർത്തു വെച്ചോ. കടവുമായി ബന്ധപ്പെട്ട് ബാങ്ക് നടത്തിയ നീക്കങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ട് ഒന്നിലധികം ആളുകൾ കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇതാണ് ഇപ്പോൾ 72 വർഷം പഴക്കമുള്ള ഈ കേസ് ഇപ്പോഴാണ് ഒത്തുതീർപ്പായത്. ഇന്ത്യയുടെ 74ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത രാഷ്ട്രത്തലവനാര്? അബേൽ ഫത്ത അൽ സിസി, ഈജിപ്ത് പ്രസിഡന്റ്. 74ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത രാഷ്ട്രത്തലവൻ ഇപ്രാവശ്യം ഈജിപ്തിൽ നിന്നാണ്. അബേൽ ഫത്ത അൽ സിസി ആണ്. എങ്ങനെയാ? ഈജിപ്താണ്. അബേൽ ഫത്ത അൽ സിസി ആണ്. ഈജിപ്ത് നമുക്കറിയാം. ഈജിപ്തിൽ എന്താണ് പ്രശ്നം? ഈജിപ്ത് എന്ന് പറഞ്ഞാൽ ഇത്ര ഓർത്താൽ മതി. ഈജിപ്തും അബേൽ ഫത്ത അൽ സിസിയും തമ്മിൽ എങ്ങനെയാ ബന്ധപ്പെടുക? നമുക്കറിയാം ECG എന്നോർത്ത് വെച്ചാൽ മതി. ECG, അതിൽ ഈജിപ്ത് ഉണ്ട്, CC ഉണ്ട്. കണ്ടോ? ഈജിപ്ത് CC, ECG എന്ന് ഓർത്ത് വെച്ചാൽ മതി. എങ്ങനെയാ ECG ഓർത്ത് വെക്കുമ്പോൾ? അബേൽ ഫത്ത അൽ സിസി ആണ്. അദ്ദേഹം ഇവിടെ വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ECG ഒക്കെ എടുത്തു 74ാമത് റിപ്പബ്ലിക് ദിനാഘോഷ പരേഡിൽ. സ്മോക്സ് ആൻഡ് ആഷസ്, എ റൈറ്റേഴ്സ് ജേണി ത്രൂ ഒപ്പിയംസ് ഹിഡൻ ഹിസ്റ്ററീസ് എന്ന കൃതി ആരുടേതാണ്? PSC ബുള്ളറ്റിനിൽ വന്നതാണ്. അമിതാവ് ഘോഷിൻ്റെയാണ്. എന്തുകൊണ്ടാണ് ഈ ചില പുസ്തകങ്ങളൊക്കെ വളരെ പ്രാധാന്യമുള്ളതായി മാറുന്നത്? സ്മോക്സ് ആൻഡ് ആഷസ്, പുകയും ചാരവും, ഒരു എഴുത്തുകാരൻ്റെ യാത്രയാണ് കറുപ്പിൻ്റെ മൂടപ്പെട്ട ചരിത്രത്തിലേക്ക്, കറുപ്പിൻ്റെ മറിച്ചു വയ്ക്കപ്പെട്ട ചരിത്രത്തിലേക്ക്. സ്മോക്സ് ആൻഡ് ആഷസ്, എ റൈറ്റേഴ്സ് ജേണി ത്രൂ ഒപ്പിയംസ് ഹിഡൻ ഹിസ്റ്ററീസ്. അമിതാവ് ഘോഷാണ് അല്ലേ? കറുപ്പൊക്കെ വലിക്കുന്നവർക്ക് അമിതമായ ഘോഷം തോന്നും. അങ്ങനെ ആലോചിച്ചാൽ മതി. അമിതാവ് ഘോഷ് അതിനെതിരെയായിട്ട് എഴുതിയത്. പക്ഷെ ഓർത്തു വയ്ക്കാം, കറുപ്പൊക്കെ ലഹരിയൊക്കെ വലിച്ചവർക്ക് അമിതമായ ഘോഷം തോന്നും. ഇതൊരു യാത്രാ വിവരണവും ചരിത്ര പുസ്തകവുമാണ്. ഇത് ഒപ്പിയത്തിന്റെ വ്യാപനം, കറുപ്പ് എങ്ങനെയാണ് ഉത്ഭവിച്ചത്, എങ്ങനെയാണ് വ്യാപിച്ചത്, അതിൻ്റെ ഉപയോഗം എന്താണ്, ഒപ്പിയത്തിന്റെ ചരിത്രം പഠിക്കുന്നതിലൂടെ ലോകമെമ്പാടും അതെങ്ങനെ രാഷ്ട്രീയവും സാംസ്കാരികവുമായ ശക്തിയായി മാറിയെന്ന് അദ്ദേഹം കാണിക്കുന്നു. ഘോഷ് ഒപ്പിയത്തിന്റെ ഉപയോഗം മനുഷ്യർക്കും സമൂഹത്തിനും എങ്ങനെ ദോഷകരമാണെന്ന് വിവരിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിൽ. ഒപ്പിയം അമിത ഉപയോഗം മരണത്തിലേക്കും അനാരോഗ്യത്തിലേക്കും നയിച്ചേക്കാമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടും. വനിതാ നേട്ടങ്ങളുടെ കാലമാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ ഗാലൻറ്ററി മെഡൽ നേടുന്ന ആദ്യ വനിതാ വ്യോമസേന ഉദ്യോഗസ്ഥ. ഇന്ത്യൻ വ്യോമസേനയുടെ ഗാലൻറ്ററി മെഡൽ ഒരാൾ നേടുകയാണ്, ധീരതയ്ക്കുള്ള. ആ വ്യോമസേന ഉദ്യോഗസ്ഥ വിംഗ് കമാൻഡർ ദീപിക മിശ്രയാണ്. അപ്പൊ ആ ദീപിക മിശ്ര ആണുങ്ങൾ മാത്രം നേടിയിരുന്ന ഈ ഗാലൻറ്ററി മെഡൽ വ്യോമസേനയിൽ നിന്ന് നേടുന്ന ആദ്യത്തെ വനിതയാവുകയാണ് ദീപിക. ഒരു ദീപം പോലെ പ്രകാശിച്ചും കൊണ്ട് നിൽക്കുന്നത് നിങ്ങളിങ്ങനെ ആലോചിക്കുക. ദീപിക മിശ്ര ഹെലികോപ്റ്റർ പൈലറ്റാണ് ദീപിക മിശ്ര. എന്തിനു വേണ്ടിയിട്ട് അവർക്ക് കിട്ടിയത്? മധ്യപ്രദേശിലെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ കാഴ്ചവെച്ച അസാമാന്യ ധൈര്യത്തിന് വായുസേന ദീപിക മിശ്രയ്ക്ക് ഗാലൻട്രി അവാർഡ് നൽകി ആദരിച്ചു. ഇന്ത്യൻ വ്യോമസേനയുടെ ചരിത്രത്തിൽ ധീരതയ്ക്കുള്ള പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ വ്യോമസേനാ വനിതയാണ് ദീപിക മിശ്ര. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഏതെല്ലാം ചോദ്യങ്ങളൊക്കെ ഇന്ന് വരുമെന്നുള്ളതിന് ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു ക്വിസ് കൂടി കിട്ടും.
അതിൻ്റെ ലിങ്ക് കൂടി താഴെയുണ്ട്. ആ കിസ് കൂടി ചെയ്യുക. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, അപ്പോൾ നന്നായി പഠിക്കുക, നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ കോഴ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മൊബൈൽ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ഞാനൊരു മൊബൈൽ നമ്പർ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ട്. 8075963937 എന്നുള്ള മൊബൈൽ നമ്പറിലേക്ക് വിളിച്ചാൽ, വാട്സപ്പ് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിൽ ചേരാം. 1.5 വർഷത്തേക്കാണ്. 2083 രൂപ മാത്രമാണ് നിങ്ങൾക്കാകെ ചിലവ് വരുന്നത്. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണാം.